ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ടാഗ് അല്ലെങ്കിൽ വൈറൽ ടാഗ്, കീവേഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, പിന്നെ ഹാഷ് ടാഗ് എന്നും കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അപ്പോൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ എല്ലാവരും കൊടുക്കണം, നമ്മളും കൊടുക്കണം അല്ലേ? അങ്ങനെ കൊടുക്കാറുണ്ട് ചിലവർ അറിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ആപ്പായിട്ടുള്ള മൊബൈൽ ആപ്പായിട്ടുള്ള YT സ്റ്റുഡിയോയിൽ തന്നെ കുറേ സെർച്ചിങ് ടേമുകൾ കാണിക്കാറുണ്ടല്ലേ. അതിനെ എല്ലാവരും കീവേഡ്സ് എന്ന് പറയാറുണ്ട്, വൈറൽ ടാഗൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഓരോ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അത്രയും ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 10-5 ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ വൈറൽ ആകുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, പല വീഡിയോസും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ഈ വൈറൽ ടാഗും കീവേഡ്സും ഹാഷ് ടാഗ് കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ വൈറലാകുന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരു ഭാഗം മാത്രം ശരിയായ പോരാ, എല്ലാ ഭാഗവും ശരിയായാൽ മാത്രമേ വീഡിയോ വൈറലാകത്തുള്ളൂ. അപ്പോൾ അതിന് പല വശങ്ങളുണ്ട്. അപ്പോൾ അറിയാലോ, തമ്പനെയിൽ ശരിയാകണം, അതേപോലെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സെറ്റിങ്സ്, അതൊക്കെ ശരിയായാൽ മാത്രമേ വീഡിയോ വൈറലാകത്തുള്ളൂ, അല്ലാതെ ചുമ്മാ വീഡിയോ വൈറലാകത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ കണ്ടൻറ്റ് നന്നായിരിക്കണം, അതും ഒരു പ്രധാന ഘടകമാണ്. എല്ലാം ശരിയായിട്ട് കണ്ടൻറ്റ് മോശമാണെങ്കിൽ വീഡിയോ വൈറലാകത്തില്ല. അപ്പം നമ്മൾ പല വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, വൈറൽ ടാഗ് കൊടുത്താൽ വീഡിയോ വൈറലാകും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ മൊബൈൽ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പായ YT സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ വൈറൽ ടാഗ് കണ്ടിട്ടുള്ളവരുണ്ടാവും, കാണാത്തവരുണ്ടാവും അല്ലേ. ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് വൈറൽ ടാഗാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വീഡിയോ വൈറലാകുന്നൊക്കെ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ്സ് ബോക്സിൽ ഇടണേ. കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവർക്ക് വൈറലാകുന്നുണ്ടോ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വൈറലായി എന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അത് ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകണ്ട കേട്ടോ. കാരണം പല വീഡിയോസും അതുപോലെയുള്ള വീഡിയോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ വൈറൽ ടാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് പലരും പറയുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അത് സെർച്ച് ടേമാണ് അത് കാണിക്കുന്നത്. അത് എന്താണ് സെർച്ച് ടേം എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ YT ആപ്പിൽ പോയി കഴിഞ്ഞാൽ, YT സ്റ്റുഡിയോ ആപ്പിൽ പോയി കഴിഞ്ഞാൽ അടിയിലായിട്ട് അനലിറ്റിക്സ് ഉണ്ടാവും. നമ്മുടെ ഓരോ വീഡിയോയ്ക്കും സെപ്പറേറ്റ് അനലിറ്റിക്സ് വേറെ ഉണ്ടാവും. അതിൽ നമ്മുടെ സെർച്ചിങ് ടേംസുകൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോയ്ക്ക് താഴെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനലിറ്റിക്സിൽ പോകും സെർച്ച് ടേം. അപ്പോൾ കാണാൻ പറ്റും. ആ സെർച്ച് ടേം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സെർച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മുടെ വീഡിയോ കാണാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സെർച്ചിങ്ങിലൂടെ നമ്മുടെ വീഡിയോയിലേക്ക് കയറി വരും. മനസ്സിലായോ? വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധമില്ലാത്ത സെർച്ച് ടൈമുകളായിരിക്കും അവർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുക. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാനിടയാവും. മനസ്സിലായോ? അങ്ങനെ വന്നവരുണ്ടാവും, അല്ലാതെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ സെർച്ച് ചെയ്തിട്ട് വന്നവരുണ്ടാവും. ആ ടേമുകളാണ് സെർച്ച് ടേം. അതിനെയാണ് വൈറൽ ടാഗ്സ് അല്ലെങ്കിൽ കീവേഡ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് വീണ്ടും നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ വൈറലാകുന്നതാണ് പറയുന്നത്. അത് എല്ലാ വീഡിയോയിലും കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മൾ ടോട്ടലായിട്ടുള്ള നമ്മൾ ഒരു വർഷത്തിൽ എത്ര വീഡിയോസ് ഇട്ടോ, കുറേ വീഡിയോസ് ഇട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാനൊക്കെ ഒരു 800 വീഡിയോസോളം ഇട്ടിട്ടുണ്ട്. ആ 800 വീഡിയോസിൻ്റെയും ടോട്ടലായിട്ടുള്ള സെർച്ച് ടേമുകളാണ് നമ്മുടെ അനലിറ്റിക്സിൻ്റെ ഇതിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കി അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ അതിൽ എൻ്റെ കിടക്കുന്നത് പുൽത്തൈലം എന്ന് ഞാൻ കാണിച്ചു തരാം. വീണ്ടും പറയാൻ കാരണം ഇങ്ങനെ പലവരും പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവർക്ക് വൈറലായിട്ടുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഇതിൽ കിടക്കുന്ന സെർച്ച് ടൈം എന്ന് പറഞ്ഞാൽ പുൽത്തൈലം. ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ അത് വൈറലായിട്ടുണ്ടായിരുന്നത് പുൽത്തൈലത്തിനെ കുറിച്ചാണ്, 2500 എന്തോ. അപ്പോൾ അതിൽ പുൽത്തൈലം സെർച്ച് ചെയ്തിട്ട് വന്നവരിൻ്റെ ആ സെർച്ച് ടേമാണ് അതിൽ കാണിക്കുന്നത്. പുൽത്തൈലം സെർച്ച് ചെയ്ത് വന്ന, പുൽത്തൈലം എന്ന വീഡിയോയ്ക്ക് സെർച്ച് ചെയ്ത് വന്ന വേർഡാണ്. എങ്ങനെയാണ് സെർച്ച് ചെയ്ത് വന്നെന്നുള്ള ഒരു ഇതാണ് അതിൽ കാണിക്കുന്നത്. അത് നമ്മുടെ പുൽത്തൈലം എന്ന വീഡിയോയിൽ സെർച്ച് വേർഡായിട്ട് ടേമിലായിട്ട് കിടക്കുന്നുണ്ട്. മനസ്സിലായി? അതെല്ലാം അതുപോലെ ഓരോ വീഡിയോയ്ക്കും ഉണ്ടാവും. അപ്പോൾ ചപ്പൽ ക്ലീനിങ്, അപ്പോൾ ഞാൻ ചപ്പൽ ക്ലീനിങ് ഇട്ട വീഡിയോ, അപ്പോൾ ചപ്പൽ ക്ലീനിങ് എന്നുള്ള സെർച്ചിങ് ടേം വേർഡ് അതിലുണ്ടാവും. അനലിറ്റിക്സിൽ പോയി നോക്കി കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ ഈ വേർഡ് ആദ്യത്തെ ഒരു 10-15 സെർച്ച് വേർഡുകൾ നമ്മുടെ ടാഗായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വൈറലാകുന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ നമ്മൾ കീവേഡ്സ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലും
പിന്നെന്താ പറയുക, അല്ലാതെ ടാഗ് എന്ന ഒരു ഇതുണ്ടല്ലോ, സെക്ഷൻ ഉണ്ടല്ലോ, അതിലും കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ വൈറലാണെന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് തീരെ തോന്നുന്നില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു 2 വീഡിയോയിലൊക്കെ. കുറേ ചാനൽ ഒരു ചാനലിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടർന്നിട്ട് എല്ലാ ചാനലും അതുപോലെ തന്നെയല്ലേ പറയാറുള്ളത്, ടെക് ചാനലുകൾ മിക്കവാരും അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറേ ഇങ്ങനെ ചിന്തിച്ച് നോക്കി. എനിക്ക് അതിലെന്തൊക്കെയോ ഒരു ഇത് അപകട പോലെ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ ഒന്ന് കൂടെ തിങ്ക് ചെയ്താൽ മനസ്സിലാകും. അല്ലാതെ അത് ഇരുന്ന് എഴുതിയെടുത്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ വൈറലൊന്നും ആകത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈറലായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെന്താണ്, നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നിങ്ങളുടെ ഓരോ വീഡിയോൻ്റെ കണ്ടന്റ് വെച്ചിട്ട് ആ വേർഡുകളായിരിക്കും അതിലുള്ളത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വന്ന വഴിയാണ്, ആ സെർച്ച് ടൈം വഴിയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ആ സെർച്ച് ടൈമിലൂടെ അത് കയറി വരുന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ പുൽത്തൈലം എന്നുള്ളൊരു ആ സെർച്ച് ടൈം ഇതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും വരുമോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് ആ സെർച്ച് ടൈം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പുൽത്തൈലം അല്ലെങ്കിൽ ചപ്പൽ ക്ലീനിങ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കയറി വന്നാലും അവർ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള വേറെ ടാഗുകളായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഉപകാരമുണ്ടോ എന്ന്. അപ്പോൾ ഉപകാരം ആയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഹാഷ്ടാഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോയ്ക്കൊന്നും ഹാഷ്ടാഗ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഷോർട്സിന് മാത്രം ഹാഷ്ടാഗ് കൊടുത്താൽ മതി. എങ്കിലും അത് വളരെ റെയറായിട്ടേ വ്യൂസ് വരത്തുള്ളൂ ഹാഷ്ടാഗ് കൊടുത്താൽ. ഹാഷ്ടാഗ് കൊടുക്കാത്തവരുടെയും വീഡിയോസൊക്കെ നന്നായിട്ട് വൈറലാകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഹാഷ്ടാഗ്. വീഡിയോയ്ക്ക് കൊടുക്കാറില്ല, വീഡിയോൻ്റെ ടൈറ്റിലിൽ കൊടുക്കാറില്ല, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി വ്യൂസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ, ഹാഷ്ടാഗ് എന്ന് വെച്ചാൽ എന്താണെന്ന്. ഈ ഷോർട്സിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഹാഷ്ടാഗ് ഇട്ടിട്ട് പാലക്കാട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഹാഷ്ടാഗിൽ നമ്മൾ ആ പാലക്കാടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാടുമായിട്ടുള്ള ബന്ധപ്പെട്ട് എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അത്ര വീഡിയോസും അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 15 കോടി വീഡിയോസ് പാലക്കാടുമായി ബന്ധപ്പെട്ട ഇട്ടുണ്ട്, ആ വേർഡ് പാലക്കാട് എന്ന വാക്കുമായിട്ട്. അതുപോലെ ഓരോ ഹാഷ്ടാഗ് നമ്മൾ എന്താ കൊടുക്കുന്നത്. ഇപ്പോൾ ഷോർട്സ് 100 കോടി കടന്നില്ലേ, 150 കോടിയോളം അങ്ങനെ കാണിക്കും, അത്ര പേരും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വീഡിയോ എവിടെയോ ഉണ്ട്, പക്ഷെ അത് ആരെങ്കിലും കാണും. അത് എങ്ങനെയെങ്കിലും എപ്പോഴും എന്തെങ്കിലും കാണാൻ ഇടയായാൽ കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ഹാഷ്ടാഗിനൊരു ഇതുണ്ട് എന്നൊന്നും വലിയ വ്യൂസിനെ കൊണ്ടുവരാനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വെറുതെ കൊടുക്കുകയാണ് നമ്മളെല്ലാവരും. ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുമല്ലോ, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അപ്പോൾ ഹാഷ്ടാഗ് വീഡിയോൻ്റെ ടൈറ്റിലിൽ കൊടുക്കാതിരിക്കുക. ആരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാതിരിക്കുക കേട്ടോ. അറിയാതെ ആയിരിക്കും കൊടുക്കുന്നത്, ആരെങ്കിലും കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക. അത് യൂട്യൂബിൻ്റെ ഇതിന് എന്തോ വിരുദ്ധമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഉള്ള സെർച്ച് ടൈമുകൾ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് പലരും പറ്റിക്കുന്നുണ്ട്, ഇത് വൈറൽ ടാഗാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പലതും എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടല്ലോ വ്യൂസ് കിട്ടാൻ വേണ്ടി. പക്ഷേ എനിക്ക് അതത്ര എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അത്ര ഇത് തോന്നിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ ഉപകാരം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉപകാരമില്ലാത്ത മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരം ഉണ്ടാകും? നമ്മൾ എന്നാണ് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് തോന്നിയില്ല. പല വീഡിയോസും ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആകാത്ത മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 1-2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഒന്നും തോന്നിയില്ല കേട്ടോ, വ്യത്യാസമൊന്നും തോന്നിയില്ല. ഡൗൺ ആയി തന്നെ പോകുന്നുണ്ട്, അല്ലാതെ വലിയ വ്യൂസൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് കണ്ടൻറ്റ് നന്നായിരിക്കണം. പിന്നെ കണ്ടൻറ്റ് നന്നായി മാത്രം പോരാ, തമ്പനെയിൽ നന്നായിരിക്കണം. നമുക്ക് തമ്പനെയിൽ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിരിക്കണം. എൻ്റെയൊക്കെ മിക്ക തമ്പനെയിൽ മോശമായിരിക്കും കേട്ടോ, ഡൗൺ ആയി പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആ തമ്പനെയിലിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് ഒരു ട്രിക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഞാനത് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു ഇതാണ് കേട്ടോ തമ്പനെയിലിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ അനലറ്റിക്സിലേക്ക് നമുക്ക് പോകാം. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെയായിട്ട് കുറേ ഇത് സെറ്റിങ്സ് കാണൂലേ, അനലിറ്റിക്സ്. അപ്പോൾ ഞാൻ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് സെക്ഷൻ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഷോർട്സോ വീഡിയോ എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ താഴെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് യുവർ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണൂല്ലേ, വ്യൂവേഴ്സ് ഏതിലൂടെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രൗസ് ഫ്യൂച്ചേഴ്സ് വഴി, സജസ്റ്റിംഗ് വീഡിയോസ് വഴി, അങ്ങനെ പല ഇതുണ്ട്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അങ്ങനെയുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് സജസ്റ്റിംഗ്, പിന്നെ സെർച്ചിങ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ഇതിൽ പോയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാണ്. അപ്പോൾ കണ്ടില്ലേ, യൂട്യൂബ് സെർച്ചിങ് ടൈം എന്ന് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ മുതൽ വീഡിയോ ഇട്ടിട്ടുണ്ടോ അത് മുഴുവനായിട്ടുള്ള അതിൽ സെർച്ചിങ് ടൈം, അത് ഏതൊക്കെ സെർച്ച് ചെയ്തിട്ട് വീഡിയോ നമ്മുടെ വീഡിയോയിൽ എത്തിയുള്ള സെർച്ചിങ് ടൈമുകളാണിത്. ഓരോ വീഡിയോ ഇടുമ്പോഴും ആ വീഡിയോയിലെ സെർച്ചിങ് ടൈമുകളാണ് ഇത് മുഴുവൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുതലിട്ട വീഡിയോൻ്റെ സെർച്ചിങ് ടൈമുകളാണ് ഇത് മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 7 ദിവസത്തെ, പിന്നെ 60 മിനിറ്റ്, അങ്ങനെ പിന്നെ ഓരോ സമയങ്ങളിലുള്ളതാണ്, 365 ദിവസത്തെ ലാസ്റ്റ്. അപ്പോൾ ഞാൻ 800 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 800 വീഡിയോ സെർച്ചിങ് ടൈമുകളാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പുൽത്തൈലമാണ് ആദ്യം എൻ്റെ വൈറലായത്. അപ്പോൾ അതിൻ്റെ സെർച്ചിങ് ടൈമാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരും എത്ര ശതമാനം പേര് അതിലൂടെ വന്നതെന്നാണ് അത് കാണിക്കുന്നത്. മനസ്സിലായോ? ചപ്പൽ ക്ലീനിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് വൈറൽ ടാഗ് എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാകുന്നത്. അപ്പോൾ ഈ സെർച്ചിങ് ടൈം ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ടെക് വീഡിയോ കാണാൻ വരുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ വന്നാലും അവർ മുഴുവനായി കാണില്ല, വെറുതെ ക്ലിക്ക് ചെയ്ത് കണ്ട് പോവും, വരത്തില്ല കൂടുതലും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും എനിക്ക് സെർച്ചിങ് ടൈം ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. എൻ്റെ 1000-ഓളം സെർച്ചിങ് ടൈമുകളുണ്ട് തോന്നുന്നു കേട്ടോ. ഓരോ വീഡിയോയ്ക്കും ഓരോ വീഡിയോ ഇതിൽ സെർച്ചിങ് ടൈം വഴിയാണല്ലോ വരിക. അപ്പോൾ പല വീഡിയോയ്ക്കും പല സെർച്ചിങ് ടൈം വഴി വരാറുണ്ട്. അപ്പോൾ അത് അവർ അറിയാതെ കയറി വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോ ഇടുമ്പോൾ ഈ സെർച്ചിങ് ടൈം എഴുതി വെക്കണമെന്ന് എനിക്ക് വലിയ ഇതില്ല കേട്ടോ. എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാലും ടാഗിലായി കൊടുത്താലും വൈറലാകുമെന്നൊരു ഇതില്ല, പെടുത്തില്ല. അപ്പോൾ കൊടുക്കുന്നവരുണ്ടെങ്കിൽ, കൊടുത്തിട്ട് വൈറലായവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് വീഡിയോ വൈറലാകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സെർച്ചിങ് ടൈമിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇതേപോലെ വീഡിയോൻ്റെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്, ഷോർട്സിൻ്റെ ലൈവിൻ്റെ ഒക്കെ ഉണ്ട് അതേപോലെ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ മറ്റുള്ളവരുടെ വീഡിയോസ് ആരിൻ്റെയൊക്കെ വീഡിയോസ് കാണുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ അങ്ങനെയുള്ളത് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള വീഡിയോ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് യൂട്യൂബ് തന്നെ. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് നമ്മുടെ ഇന്ന ടൈമിൽ ഇടണം എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇന്ന ടൈമിലുള്ള ഇടണം എന്നല്ല, ഇന്ന ടൈമിലാണ് കൂടുതൽ പേര് കാണുന്നു എന്നാണ് ഇത് ഡാർക്ക് ടൈമിൽ ഡാർക്ക് ആയിട്ടുള്ളതിൽ പറയുന്നത്. പക്ഷേ ഇത് നോക്കിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വലിയ വ്യൂസ് ഒന്നും വരത്തില്ല. നമ്മുടെ ഒരു ടൈം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ഫീമെയിലാണോ മെയിലാണോ കൂടുതൽ കാണുന്നത്, എവിടെ നിന്നാണോ കൂടുതൽ പേര് കാണുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ വേറെ ആരുടെയൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർ വേറെ ആരുടെയൊക്കെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഓഡിയൻസ്. അതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അതിലങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ രാജ്യത്തു നിന്ന് കാണുന്നതെന്നൊക്കെ ഉണ്ട് ജോഗ്രഫിക്കലായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ സെർച്ചിങ് ടൈം പറയാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാഗിലോട്ട് പോകുന്നുണ്ട്, എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചപ്പലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ പെർഫോമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ എൻ്റെ വീഡിയോ ആണ്. ഇതിൽ ഒന്നുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പെർഫോമൻസ് നമ്മുടെ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വളരെ താഴെയാണ് കേട്ടോ. അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് അനലിറ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ, ഓരോ വീഡിയോൻ്റെ അനലിറ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ സെർച്ചിങ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണും. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കി, ഈ സെർച്ചിങ് ടൈമാണ് അവിടെ കാണിക്കുന്നത്, ടോട്ടലായിട്ടുള്ള സെർച്ചിങ് ടൈമായിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ യൂട്യൂബ് സെർച്ചിങ് ടൈം കണ്ടില്ലേ, ഈ 3 സെർച്ചിങ് ടൈം വന്നിട്ടുണ്ട്. ചപ്പലിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് വഴിയാണ് വന്നത് ഈ വീഡിയോയ്ക്ക് എന്നാണ് കാണിക്കുന്നത്. ആരെയും സെർച്ച് ചെയ്യുന്നവർ ഈ ടേംസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാനും ആരെയും എന്താ പറയുക പറഞ്ഞത് മോശമാണോ അങ്ങനെ പറയല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയില്ല അത് വൈറൽ ടാഗാണ് എന്ന്. കാരണം അത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചറിയാം. നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന വ്യൂസ് ഏത് മാർഗ്ഗം വന്നത് എന്നാണ് ആ സെർച്ച് ടൈമിലൂടെ കാണിക്കുന്നത്. അത് ടോട്ടലായിട്ട് നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000
സെർച്ച് ടേമുകൾ ഉണ്ടാവും. എനിക്കൊക്കെ ചിലപ്പോൾ 1000 സെർച്ച് ടേമുകൾ വന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് എന്താണ് വീഡിയോസ് ഇട്ടുണ്ടല്ലോ 800 വീഡിയോകളും. അപ്പോൾ ആ സെർച്ച് ടേമാണ് അനലിറ്റിക്സിൽ സെർച്ച് ടേം വന്നിട്ട് കാണിക്കുന്നത്. അതിനെയാണ് നമ്മളിപ്പോൾ കീവേഡ്സ് ആയിട്ട് ഫസ്റ്റത്തെ ഒരു 10 എണ്ണം 5 എണ്ണം 8 എണ്ണം 10 എണ്ണം എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറയുന്നത്. പക്ഷേ അത് വെറുതെ എഴുതിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് കൂടുന്നുണ്ടോയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളവർ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക്, മെസ്സേജ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.